ഇപ്പോൾ ഈ തുമ്പാക്കുളത്തുള്ള രതീഷ് നമുക്കൊപ്പം ചേരുകയാണ്. രതീഷ്, താങ്കൾക്ക് ഈ അപകടത്തെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാമോ? സാറേ, ഇപ്പൊ ഒരു മോൻ മിസ്സിംഗ് ആയിരുന്നല്ലോ. അതെ. ആറുപേരിൽ ഒരാള് മിസ്സിംഗ് ആയിരുന്നു. അല്ല, ഈ ഓട്ടോറിക്ഷയിൽ എത്ര പേരുണ്ടായിരുന്നു? 6 പേരാണോ 7 പേരായിരുന്നോ? ആറ് പേര്. യെസ്, ഓക്കെ. ആറ് കുട്ടികളുണ്ടായിരുന്നു. അതില് ഒരാളുടെ ബോഡി ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. ആ ബോഡിയായിട്ട് ഞങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കോ അതോ കോന്നി മെഡിക്കൽ കോളേജിലേക്കോ? അല്ലല്ല, മെഡിക്കൽ കോളേജിലോട്ട്. ഏത്, കോന്നി മെഡിക്കൽ കോളേജിലേക്കാണോ? അതെ 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 അതെ. ഓക്കെ. അപ്പം അല്ല, ആ കുട്ടിക്ക് കാര്യമായ പരിക്കില്ലല്ലോ എന്ന് വിശ്വസിക്കുന്നു. ഹോസ്പിറ്റലിൽ ചെന്നിട്ട് കൃത്യമായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ അടുക്കാറായി, ഹോസ്പിറ്റലിൽ അടുക്കാറായി. ഓക്കെ. അത് നിങ്ങൾ കുട്ടിയെ കൊണ്ട് പോയിക്കോളൂ. ഓക്കെ. രതീഷാണ് ഈ തുമ്പാക്കുളത്തുള്ള ഈ കുട്ടിയെ രക്ഷപ്പെടുത്തി കോന്നി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നതിൻ്റെ പ്രവർത്തനത്തിലാണ് അവർ. എന്തായാലും വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. കരിമാൻതോട് ശ്രീനാരായണ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. ആദ്യം മരിച്ചു എന്ന വാർത്ത വന്നത് ആദിലക്ഷ്മി എന്ന കുട്ടിയാണ്. 8 വയസ്സ് പ്രായമുണ്ട് ആ കുട്ടിക്ക്. രണ്ടാമത് 6 വിദ്യാർത്ഥികളാണ് ഈ ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചെന്ന് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു വിദ്യാർത്ഥി ഒഴികെ എല്ലാവർക്കും ഈ അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. പത്തനംതിട്ട ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും ഈ ആദിലക്ഷ്മി മരിച്ചിരുന്നു. എന്നാൽ ഈ യദുകൃഷ്ണ എന്ന വിദ്യാർത്ഥി കൂടി ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നെന്ന് കുറച്ച് വൈകിയാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് സംഭവ സ്ഥലത്ത് എല്ലാ ആശുപത്രികളും തിരഞ്ഞെന്നാണ് കോന്നി എം എൽ എ കെ യു ജനീഷ് കുമാർ പറഞ്ഞത്. അവസാനം ഈ സംഭവ സ്ഥലത്ത് നിന്ന് ഫയർഫോഴ്സ് ഈ കുട്ടിയെ കണ്ടെത്തുമ്പോഴേക്കും അവൻ മരണത്തിന് കീഴടങ്ങിയിരുന്നു. എന്തായാലും യദുകൃഷ്ണയുടെ അച്ഛൻ വിദേശത്താണ്. അച്ഛൻ വന്നതിന് ശേഷം സംസ്കാരം നടക്കുമെന്നാണ് എം എൽ എ നമ്മളെ അറിയിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.